സുന്ദർ നഗരവാസികൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. മനുഷ്യന്മാർ സന്തോഷിക്കുന്നത് കയ്യിൽ പണമുള്ളപ്പോഴാണ്. എന്നാൽ എപ്പോഴാണ് പണം സമ്പാദിക്കാൻ സാധിക്കുക? ഒന്നുകിൽ അവൻ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ജോലിയും ബിസിനസ്സും ഒക്കെ ഭാഗ്യമുള്ളവർക്കാണ് ലഭിക്കുക. സുന്ദർ നഗരത്തിലുള്ള ഓരോരുത്തരും ഭാഗ്യശാലികളാണ്. കാരണം ഇവിടെ ഒരു ഫാക്ടറിയുണ്ട്. ആ ഫാക്ടറിയിൽ രാത്രിയും പകലും ജോലിയുണ്ടാവും. അതുകൊണ്ട് ഈ നഗരം രാത്രിയും പകലും ഒരുപോലെയായിരുന്നു. എല്ലാവരും ബിസിയാ. നഗരത്തിൽ എല്ലാവരും രാത്രി ഉണർന്നിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള പ്രേതങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രേതങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഈ നഗരത്തിൽ ജോലി ഇല്ലാതാക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന്. സുന്ദർ നഗരത്തിലുള്ളവർ രാവിലെ തന്നെ നടക്കാൻ പോകുമായിരുന്നു. രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖം. വിശാൽ, എനിക്ക് ഒരുപാട് നേരം ഉറങ്ങുന്ന ശീലമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കിയല്ലേ? കൊള്ളാം. അത് ശരിയാ. ഭാര്യ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും ഉറങ്ങാതെ നിന്റെ കൂടെ ദേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് വിശാൽ വഴിയിൽ ഒരു സാധനം കണ്ടത്. റോഡിന്റെ നടുവിൽ വെള്ളി പോലെ ഒരു നാണയം കണ്ടു. സുരേഷ്, അത് കണ്ടോ? വിശാൽ, ദേ അങ്ങോട്ട് നോക്ക്. രണ്ടുപേരും താഴെ കിടക്കുന്ന വെള്ളി നാണയം എടുത്തു നോക്കി. ഇത് വെള്ളി നാണയമാണ്. ഇതും വെള്ളി നാണയമാണ്. അപ്പോഴാണ് അവർ അല്പം അകലെ ജനങ്ങൾ ഒരുമിച്ച് കൂടി നിന്ന് സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ഇത് വെള്ളി നാണയം എനിക്കും കിട്ടി. ഇത് കണ്ടോ? എനിക്കും കിട്ടി. സുന്ദർ നഗരത്തിൽ വെള്ളി നാണയങ്ങൾ മഴത്തുള്ളികൾ പോലെ വിതറിക്കിടക്കുകയായിരുന്നു. നഗരത്തിലുള്ളവർക്ക് ആ വെള്ളി നാണയങ്ങൾ കണ്ടിട്ട് സന്തോഷം അടക്കാനായില്ല. സുന്ദർ നഗരത്തിലെ എല്ലാ മുക്കും മൂലയിലും ആ വെള്ളിക്കാശ് പെറുക്കാൻ ആൾക്കാരുടെ തിരക്കായി. അപ്പോഴാണ് പെട്ടെന്ന് ഒരാളുടെ ശ്രദ്ധ ചുമരിലേക്ക് പതിഞ്ഞത്. അതിലൊരു വാർത്ത എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ചുമരിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്ക്. വാ, നമുക്കൊന്ന് വായിച്ചു നോക്കാലോ. നിൽക്ക്, ഞാൻ വായിച്ചു നോക്കാം. അവർ ആ വാർത്ത വായിച്ചു. ആ വാർത്ത സ്വന്തം രക്തം കൊണ്ട് സുന്ദർ നഗരത്തിലെ ഒരു യക്ഷി എഴുതിയതായിരുന്നു. വേറൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ മതിലിൽ വേറൊരു യക്ഷി എഴുതിയിരിക്കുന്നതും അവർ കണ്ടു. ഇവിടെയുള്ള പ്രേതങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യം ചെയ്തു. അതുകൊണ്ടാണ് അവർ വെള്ളി നാണയങ്ങൾ തന്നിരിക്കുന്നത്. ഈ വെള്ളി നാണയം ഒരു മായ നാണയമാണ്. ആഗ്രഹം പൂർത്തിയാക്കും. ഈ നാണയം കൊണ്ടുപോയി വീട്ടിൽ വെക്കുകയാണെങ്കിൽ അവർ എന്ത് ആഗ്രഹിച്ചാലും എല്ലാം നടക്കും. മൂന്നാമതൊരു സ്ഥലത്തും അതേപോലെയുള്ള ഒരു വാർത്ത ജനങ്ങളിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഈ നാണയം കൊണ്ടുപോയി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കണം. എന്നിട്ട് ദിവസവും പൂജിക്കണം. എന്നിട്ട് ആവശ്യമുള്ളത് ചോദിക്കണം. ഈ വെള്ളി നാണയങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ പണക്കാരാക്കും. അത്രത്തോളം പണവും സമ്പത്തും നിങ്ങൾക്കുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. നഗരത്തിലുള്ള ജനങ്ങളെല്ലാം പ്രേതത്തിന്റെ ആ വാർത്ത കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു, കൂടാതെ ആശ്ചര്യപ്പെട്ടു. എല്ലാ ആൾക്കാരും റോഡിൽ നിന്ന് കിട്ടിയ വെള്ളി നാണയം എടുത്തിട്ട് പോയി അവരവരുടെ പൂജാമുറിയിൽ വെച്ചു. സുന്ദർ നഗരത്തിലെ പ്രധാനപ്പെട്ട യക്ഷി മറ്റൊരു യക്ഷിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. യക്ഷിയുടെ വെള്ളി നാണയം, ചേച്ചിയുടെ ഈ ആശയം ശരിക്കും ഏറ്റിരിക്കുന്നു ചേച്ചി. ആ നഗരത്തിലുള്ള എല്ലാവരും വെള്ളി നാണയത്തിൽ സ്വയം മുഴുകി വട്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? നമ്മെ കൊണ്ടാവുന്നതെല്ലാം നാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പണക്കൊതിയന്മാരായ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി എല്ലാവരും ആ വെള്ളി നാണയങ്ങളെ പൂജിക്കും. ആ വെള്ളി നാണയങ്ങൾ ഇനി അവരുടെ ആഗ്രഹങ്ങൾ ഓരോന്നും പൂർത്തിയാക്കി കൊടുക്കും. ചേച്ചി സുന്ദർ നഗരിലുള്ളവരുടെ ഉറക്കമില്ലാതാക്കിയിരിക്കുന്നു. ഇനി അവർ രാവും പകലും വെള്ളി നാണയങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അനിയത്തി, നീ നോക്കിക്കോ. സുന്ദർ നഗറിലുള്ളവരെല്ലാം ഒരു ദിവസം വെള്ളി നാണയങ്ങൾ അന്വേഷിച്ച് ഭ്രാന്ത് പിടിച്ചലയും. അങ്ങനെ നമ്മുടെ പദ്ധതിയും സഫലമാകുന്നതാണ്. രണ്ടുപേരും ചിരിച്ചു. സുന്ദർ നഗരത്തിൽ വെള്ളി നാണയത്തിന്റെ മഴ ഇപ്പോ ദിവസവും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നഗരത്തിലെ ജനങ്ങൾ ദിവസവും രാവിലെ എണീറ്റ് നാണയങ്ങൾ ശേഖരിക്കുന്നത് ഒരു പതിവാക്കി മാറ്റി. സുന്ദർ നഗരത്തിലെ ഓരോ മുക്കും മൂലയിലും വെള്ളി നാണയത്തിന്റെ മഴ പെയ്യാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ വീടുകളിലും പ്രേതങ്ങളുടെ വെള്ളി നാണയം ഇല്ലാത്ത ഒരു വീടുകളും ഉണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോൾ ചന്ദനത്തിരിയുടെ വാസന അമ്പലത്തെക്കാൾ ഏറെയും
ഓരോ വീടുകളിലും പരക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ ആൽത്തറയിൽ ഇരുന്നു കൊണ്ടിരുന്ന ജനങ്ങളെല്ലാം ഇതിനെക്കുറിച്ചായിരുന്നു സംസാരം. ഈ സുന്ദർ നഗറിന് ഭാഗ്യമുണ്ടായിരിക്കുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ്, ശരിക്കും ഭാഗ്യം തന്നെയാണ്. ബൽദേവ്, നിനക്ക് എത്ര വെള്ളി നാണയങ്ങൾ കിട്ടി? ചേട്ടാ, ആദ്യം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് പറ. എന്റെ അടുത്ത് അതിനേക്കാൾ കുറവായിരിക്കും. എനിക്ക് ഏകദേശം 50 എണ്ണം കിട്ടി. ഗോവിന്ദ്, നീ ഇപ്പോഴൊക്കെ എല്ലാവരോടും മറച്ചു വയ്ക്കുന്നുണ്ട്. ചേട്ടാ, എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ? ആ പ്രേതങ്ങളെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാ അവർ നിങ്ങൾക്ക് വീണ്ടും നാണയങ്ങൾ തരും. എന്തു പറഞ്ഞാലും ശരി, ആ പ്രേതങ്ങൾക്ക് നമ്മോടെ കരുണയുണ്ട്. ആഗ്രഹിച്ചത് നടക്കുന്ന വെള്ളി നാണയങ്ങൾ തന്ന് നമ്മുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുക. ഇനി നമുക്ക് ഈ വെള്ളി നാണയങ്ങളോടെ എന്തു വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഞാനിപ്പോ ജോലിക്കൊന്നും പോവാറില്ല. ഇനി നമുക്ക് ജോലിക്ക് പോവേണ്ട ആവശ്യമേ ഇല്ല. ഫാക്ടറിക്കാർ പല പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നീ വരില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ എന്റെ ജോലി വേണ്ടെന്നേ വെച്ചു. ഒരു കാര്യം വിചാരിച്ചാ മതി, നമ്മളെല്ലാവരും നേരത്തെ റിട്ടയർമെന്റ് എടുത്തിരിക്കുക. ദൈവം ആ പ്രേതങ്ങളെ രക്ഷിക്കട്ടെ. ആ പ്രേതങ്ങൾ നമ്മളെ സഹായിച്ചിരിക്കുക. ജനങ്ങൾ പ്രശംസിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രേതങ്ങൾ ഇതായിരിക്കും, അത് ഉറപ്പാ. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും ചിരിച്ചു. സുന്ദർ നഗരത്തിലെ ജനങ്ങൾ പ്രേതങ്ങളെ പ്രശംസിച്ച് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഫാക്ടറിയിലെ ഉടമസ്ഥരെല്ലാം ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. കാരണം ജനങ്ങളാരും ജോലിക്ക് പോകാതെയായി. എല്ലാവരും റിട്ടയർമെന്റ് എടുത്ത് സുഖമായി ജീവിച്ചു. ജോലിക്ക് പോവാൻ തയ്യാറായില്ല. സുന്ദർ നഗരത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളുടെ എണ്ണം പെട്ടെന്ന് കുറയാൻ തുടങ്ങി. ഇതുകാരണം മനസ്സുടഞ്ഞ ഫാക്ടറി ഉടമസ്ഥർ പോലീസിന്റെ സഹായം തേടി. ഫാക്ടറി ഉടമസ്ഥർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിഷയം വളരെ സീരിയസ് ആണല്ലോ. ഇൻസ്പെക്ടർ സാർ, ഞങ്ങൾ വേറെ വഴിയില്ലാതെയാ നിങ്ങളെ കാണാൻ വന്നത്. ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക്, അതായത് സുന്ദർ നഗറിലെ ജനങ്ങളോട് അപേക്ഷിച്ചു നോക്കി. പക്ഷേ അവരത് കേൾക്കുന്നില്ല. അവര് കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. സുന്ദർ നഗറിൽ വെള്ളി നാണയങ്ങൾ മഴയായി പെയ്യുന്നുണ്ട്. ഞങ്ങളും അത് കേട്ടിട്ടുണ്ട് സാർ. ജനങ്ങളൊക്കെ ആ വെള്ളി നാണയം പൂജിച്ച് പണക്കാരായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ വലിയ നഷ്ടത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, ഞങ്ങൾ ഈ ഫാക്ടറിയിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തതാ സാർ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നഷ്ടത്തിലാ. ഞങ്ങളുടെ ഫാക്ടറി അടച്ചാൽ പിന്നെ ഞങ്ങൾ കുത്തുപാള എടുക്കേണ്ടി വരും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ സാർ. തൊഴിലാളികളെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഫാക്ടറിയിലേക്ക് അയക്കൂ. ആ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ വിഷമിക്കാതെ പൊയ്ക്കോളൂ. തൊഴിലാളികളോട് ഞാൻ സംസാരിക്കാം. ഇൻസ്പെക്ടർ സുന്ദർ നഗരത്തിലെ ആളുകളെയെല്ലാം വിളിച്ച് അവരെയെല്ലാം ഉപദേശിച്ചു. അവരോട് വീണ്ടും ജോലിക്ക് പോകാനായി പറഞ്ഞു. എന്നാൽ തൊഴിലാളികൾ ആരും തന്നെ ഇൻസ്പെക്ടർ പറഞ്ഞത് അനുസരിച്ചില്ല. ഇൻസ്പെക്ടർ ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവിടെയുള്ള ഒരു പ്രമാണിയുടെ ഉപദേശം തേടി. അവിടുത്തെ പ്രമാണിക്കും ആ വെള്ളി നാണയങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഇൻസ്പെക്ടറിനോട് വേറൊരു തീരുമാനം പറഞ്ഞു. അതായത് ഒരു മന്ത്രവാദിയെ പോയി കാണണമെന്ന്. പോലീസ് ഇൻസ്പെക്ടറും പ്രമാണിയും ചേർന്ന് മന്ത്രവാദിയുടെ ആശ്രമത്തിലേക്ക് വന്നു. ഇൻസ്പെക്ടർ എങ്ങനെയാണോ ഒരു ഇരുമ്പ് കൊണ്ട് ഇരുമ്പിനെ മുറിക്കുന്നത്, അതേപോലെ ഈ പ്രേതത്തിന്റെ വെള്ളി നാണയങ്ങൾ എന്റെ മന്ത്രശക്തി കൊണ്ട് നിഷ്ഫലമാക്കും. നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വാമി. എങ്ങനെയെങ്കിലും ഈ വെള്ളി നാണയത്തിന്റെ മായ ഇല്ലാതാക്കണം. എന്നിട്ട് പ്രേതത്തെ ഓടിക്കണം. സുന്ദർ നഗരത്തിലെ ജനങ്ങളെ മടിയന്മാരാക്കുന്നത് ആ വെള്ളി നാണയങ്ങളാണ്. രാത്രികാലത്ത് പ്രേതങ്ങളുടെ അട്ടഹാസം കൂടിക്കൊണ്ടുവരികയാണ്. അത് വളരെ അതിരില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി, പ്രേതവും ഞങ്ങളും തമ്മിൽ വിരോധമില്ല. മടിയന്മാരായി ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താനാണ് ഞങ്ങൾ നോക്കുന്നത്. എല്ലാം നല്ലതുപോലെ നടക്കും. ജനങ്ങൾ പഴയതുപോലെ ജോലിക്ക് പോകാൻ ആരംഭിക്കും. ഫാക്ടറിയിലുള്ള മെഷീനുകളും ഓടിത്തുടങ്ങും. അങ്ങനെ ഫാക്ടറിയിൽ നിന്നുള്ള ചിമ്മിനിയിൽ നിന്ന് പുക വരാൻ തുടങ്ങും. അതിനുവേണ്ടിയുള്ള അഗ്നികുണ്ഡം ഞാനാണ് ഒരുക്കേണ്ടത്. അതായത് ഞാൻ ഒരു യാഗം ചെയ്യണം. സ്വാമി, നിങ്ങൾ സമാധാനത്തോടെ യാഗം ചെയ്തു. അതിനാവശ്യമുള്ള ദക്ഷിണ ഞങ്ങൾ തരാം സ്വാമി. എല്ലാം ശരി. ശംഭോ മഹാദേവ. ശിവക്ഷേത്രത്തിൽ മന്ത്രവാദി തന്റെ യാഗം ആരംഭിച്ചു. രാത്രിയും പകലുമില്ലാതെ നടന്നുകൊണ്ടിരുന്നു. യാഗത്തിൽ നിന്ന് വരുന്ന പുക സുന്ദർ നഗരത്തിലെ വായുവിൽ അലിഞ്ഞു ചേർന്നു. യാഗത്തിൽ നിന്ന് വരുന്ന പുക കാരണം പ്രേതങ്ങളുടെ വെള്ളി നാണയങ്ങൾ ഉപയോഗശൂന്യമായി തീർന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം വളരെയധികം ദുഃഖിതരായി. നഗരത്തിലെ ജനങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ പണം മുഴുവനും പാഴായല്ലോ. ഉപയോഗശൂന്യമാക്കിയതാണ്. നീ എന്താ പറയുന്നത്?
അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, ശിവക്ഷേത്രത്തിൽ ആ മന്ത്രവാദി യാഗം ചെയ്യുന്നുണ്ട്. ഈ യാഗം എന്തിനാ ചെയ്തെന്ന് അറിയോ? പ്രേതങ്ങളുടെ വെള്ളി നാണയം ഉപയോഗശൂന്യമാകാൻ വേണ്ടിയാ, നമ്മളെ ജോലിക്ക് അയക്കാൻ വേണ്ടിയാ. ഇത് ഒട്ടും ശരിയല്ല കേട്ടോ. നമ്മൾ സ്വസ്ഥമായി ഇരിക്കുന്നത് കൊണ്ട് ഇവർക്കെന്താ ഛേദം? ഫാക്ടറി ഉടമസ്ഥന്മാർക്കാണ് ഛേദം. കാരണം അവരുടെ ഫാക്ടറി എല്ലാം അടച്ചു പൂട്ടും. ഇപ്പൊ പറയൂ, നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് പോയി ആ പ്രേതത്തോട് എല്ലാം പറയാം. ആ ശരിയാ, നമുക്ക് ആ പ്രേതത്തോട് പ്രാർത്ഥിക്കാം. സുന്ദർ നഗരത്തിലെ മടിയന്മാരായ ജനങ്ങൾ പ്രേതങ്ങളുടെ സഹായം തേടാനായി അവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പ്രേതങ്ങൾ മന്ത്രവാദിയുടെ മന്ത്രങ്ങളിൽ കുടുങ്ങി യാതൊരു വഴിയുമില്ലാതെ അവർ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചു. സ്വാമി, എനിക്ക് മാപ്പ് തരണം. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. നീ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിച്ചിരിക്കുന്നു. അവരെയൊക്കെ മടിയന്മാരാക്കി. ഞങ്ങൾ ആർക്കും ഇനി ഒരു നഷ്ടവും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ആത്മാവ് മാത്രമാണ് രക്ഷപ്പെട്ടത്. സുന്ദർ നഗറിൽ ഫാക്ടറി ആരംഭിച്ചതുകൊണ്ട് രാത്രിയും ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മാന്ത്രിക വിദ്യകൾക്കും ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. ഞാൻ ഈ വെള്ളി നാണയങ്ങളുടെ മായാജാലത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. സ്വാമി, ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് സ്വസ്ഥമായിരിക്കാൻ ഒരു സ്ഥലം വേണം. നിങ്ങളെ പോലെയുള്ള പ്രേതങ്ങൾക്ക് വേണ്ടി ഈ നഗരത്തെയും നാട്ടുകാരെയും നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. നിങ്ങൾ ഈ സുന്ദർ നഗർ വിട്ട് പോയിക്കോളൂ, അതാ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഈ ഹോമകുണ്ടത്തിൽ അഗ്നിക്കിരയാക്കും. വേണ്ട, എന്നെ ചാരമാക്കി കളയരുത് സ്വാമി. ഞാൻ സുന്ദർ നഗറിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നോട് ക്ഷമിക്കണം. എന്നാ വേഗം പോയിക്കോളൂ. മാന്ത്രികൻ ആ ഹോമകുണ്ടത്തിലേക്ക് എന്തോ മന്ത്രപ്പൊടികൾ വിതറാൻ തുടങ്ങി. പ്രേതങ്ങൾ ആ ക്ഷണം തന്നെ പുകച്ചുരുളിൽ അപ്രത്യക്ഷമായി. അതുകൊണ്ടാണ് പറയുന്നത്, ദൃഢമനസ്സോടുകൂടി മന്ത്രങ്ങളുടെ സഹായത്താൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം സാധിക്കാം. മന്ത്രവാദിയുടെ ഈ യുക്തി കാരണം സുന്ദർ നഗരത്തിലെ പ്രേതങ്ങൾ അദൃശ്യരായി. പിന്നെ ആ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി. സുന്ദർ നഗർ പഴയതുപോലെ തന്നെ മനോഹരമായ സന്തോഷം നിറഞ്ഞ നഗരമായി മാറി.